കള്ളാടിയിൽ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് 4 സോണുകളായി തിരിച്ച് ശാസ്ത്രീയ പരിശോധന നടത്തുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. 110 ഫയർ സേനാ അംഗങ്ങൾ നാളെ ഇറങ്ങും. മരിച്ചവരുടെ മൃതദേഹങ്ങൾ എയർലിഫ്റ്റ് ചെയ്ത് നാട്ടിലെത്തിക്കും. നാളെ പ്രദേശത്ത് പ്രവേശനത്തിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു. നാളെ വൈകുന്നേരത്തോടെ രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കുമെന്ന് മന്ത്രി എ പി അനിൽകുമാറും പറഞ്ഞു. ഇപ്പോൾ റെസ്ക്യൂ ഓപ്പറേഷൻ രാത്രി വൈകിയാണെങ്കിൽ എത്ര മാത്രം നമുക്ക് കാലാവസ്ഥ നമുക്ക് പ്രതികൂലമാകുന്നത് വരെയുള്ള റെസ്ക്യൂ ഓപ്പറേഷൻ നമ്മൾ തുടരും. ഏതാണ്ട് 5 പേര് ഇപ്പോഴും മിസ്സിംഗ് ആണ്. അവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം. അതുപോലെ തന്നെ റോഡ് കംപ്ലീറ്റ് ബ്ലോക്കാണ്. അപ്പോൾ അത് നമുക്ക് ശരിയാക്കി എടുക്കണം. അത് അങ്ങനെ ബ്ലോക്ക് ഒഴിവാക്കിയെങ്കിലേ നമുക്ക് മറ്റ് റെസ്ക്യൂ ഉള്ള സ്ഥലങ്ങളിലേക്ക് കൂടുതൽ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുള്ളൂ. ഇപ്പോഴുള്ള എല്ലാ ശ്രദ്ധയും 2 കാര്യത്തിൽ ഏകോപനം നടത്താനുള്ള ഒരു കോൺസെൻട്രേഷൻ കൊടുക്കാൻ ഇന്നത്തെ യോഗത്തിൽ തീരുമാനിച്ചു. ഒന്ന്, റോഡ് ഗതാഗത യോഗ്യമാക്കി മാറ്റാൻ. ആ പ്രവർത്തനം ദ്രുതഗതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും അഡീഷണൽ ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് എത്തിക്കാനുള്ള തീരുമാനമെടുത്തു. രണ്ടാമത്തത് 4 സോണുകളാക്കി തിരിച്ച് വളരെ ശാസ്ത്രീയമായിട്ടുള്ള പരിശോധന ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയ്ക്ക് തീരുമാനമെടുക്കുകയാണ്. 4 സോണുകളാക്കി. ആ സോണുകളാക്കിയിട്ടുള്ള പരിശോധന ഇപ്പം തന്നെ ആരംഭിക്കുകയാണ്. ഷിത ജഗത് കൂടുതൽ വിവരങ്ങൾ നൽകും. ഷിത, മന്ത്രിമാരുടെ നേതൃത്വത്തിൽ നടന്ന അവലോകന യോഗത്തിൽ എന്തൊക്കെ തീരുമാനങ്ങളാണ് കൈക്കൊണ്ടത്? ദിവ്യ, പ്രധാനമായും ഏറ്റവും എളുപ്പത്തിൽ രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കുക എന്നുള്ളൊരു തീരുമാനമാണ് അവലോകന യോഗത്തിൽ എടുത്തിട്ടുള്ളത്. അതിൽ 2 കാര്യമാണ്. രണ്ട് കാര്യങ്ങളിലായി തരംതിരിച്ചുകൊണ്ടാണ് ആ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നത്. ഒന്ന്, കാണാതായവരെ എത്രയും പെട്ടെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ്. അതിനായി തന്നെ നാളെ കൂടുതൽ 4 സോണുകളായി കൊണ്ട് തന്നെ ശാസ്ത്രീയമായ ഒരു പരിശോധനയിലേക്ക് നാളെ രാവിലെ നീങ്ങും. അത് 65 അംഗ NDRF സംഘത്തിന്റെ നേതൃത്വത്തിലായിരിക്കും ഈ ശാസ്ത്രീയ പരിശോധന. അതിൽ 110 ഫയർഫോഴ്സ് സേനാംഗങ്ങൾ കൂടെ ഈ പരിശോധന ഉണ്ടാകും. അതിനൊപ്പം തന്നെ കഴിഞ്ഞ ചൂരൽമലയിലൊക്കെ നമ്മൾ കണ്ടതുപോലെ തന്നെ സിവിൽ വളണ്ടിയേഴ്സ് ആയ ആളുകളുടെ സേവനം കൂടെ അതിലുണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേ ഉച്ചയോടുകൂടെ തന്നെ ഈ രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കി കാണാതായവരെ കണ്ടെത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അത്തരം പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്നത്. അതിനൊപ്പം മറ്റൊരു കാര്യം കൂടെ, ഇത് കണ്ടെത്താൻ വേണ്ടി, അതായത് ജീവനോടെയുള്ള ആളുകളെ കണ്ടെത്തുന്ന നായകളും ഒപ്പം തന്നെ മൃതദേഹമോ മറ്റെന്തോ മണ്ണിനടിയിലുണ്ടെങ്കിൽ അത് കണ്ടെത്തുന്ന കടാവർ നായകളും അതും ഉപയോഗിച്ചുള്ള പരിശോധനയും നാളെ രാവിലെയോടെ ഉണ്ടാവും. അത് ഒരു വശത്ത് നടക്കുമ്പോൾ തന്നെ സാജിദ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുണ്ടക്കൈ ചൂരൽമല ഭാഗങ്ങളിലുള്ളവരെല്ലാം തന്നെ ഒറ്റപ്പെട്ട ഒരവസ്ഥയിലേക്ക് നീങ്ങുന്നുണ്ട്. അത് ഇല്ലാതാക്കാൻ വേണ്ടി എത്രയും പെട്ടെന്ന് ഗതാഗത യോഗ്യമാക്കുക, റോഡ് ഗതാഗത യോഗ്യമാക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അത് ഇന്ന് രാത്രി ഏറെ വൈകുവോളം തന്നെ ആ മണ്ണ്, പാലത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മണ്ണ്, ഒപ്പം റോഡിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മണ്ണെല്ലാം തന്നെ നീക്കം ചെയ്യും. ആളുകളുടെ ഏറ്റവും ഗതാഗത യോഗ്യമാക്കുക എന്നുള്ളതാണ് ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇല്ലെങ്കിൽ ഒരു പ്രദേശം ഒന്നാകെ ഒറ്റപ്പെട്ടു പോകും. അത് ഇല്ലാതാക്കുക എന്നുള്ള നടപടിക്രമങ്ങൾ എടുക്കുന്നുണ്ട്. ഇതിൽ ഇനിയും കണ്ടെത്താനുള്ളത് 5 പേരെയാണ്. അവരെ കണ്ടെത്താനുള്ള പരിശോധന ഇപ്പം വൈകിയും നടന്നുകൊണ്ടേയിരിക്കുകയാണ്. മഴ പെയ്യുമ്പോൾ, ചെറിയ മഴയുണ്ടെങ്കിൽ പോലും രക്ഷാപ്രവർത്തനവുമായി പാതിരാത്രിയിലും കടന്നു പോകാൻ തന്നെയാണ് അവലോകന യോഗത്തിൽ തീരുമാനിച്ചിട്ടുള്ളത്. അത് കൂടുതൽ പ്രതികൂല കാലാവസ്ഥയിലേക്ക്, കഴിഞ്ഞ 3 ദിവസങ്ങളിലായി ശക്തമായ മഴ വയനാട് ജില്ലയിൽ ഉണ്ടായിരുന്നു. അത്തരം കാലാവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ മാത്രമേ രക്ഷാപ്രവർത്തനം നിർത്തിവെക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ രക്ഷാപ്രവർത്തനം അതുപോലെ തന്നെ തുടരും. എന്തായാലും ഇത്തരത്തിലുള്ള ദ്രുതഗതിയിലുള്ള രക്ഷാപ്രവർത്തനത്തിലൂടെ തന്നെ നാളെ രാവിലെയോടെ ഏകദേശം പൂർത്തിയാക്കുകയും പിന്നീട് ബാക്കി ഉച്ചയോടുകൂടെ തന്നെ എല്ലാം കഴിഞ്ഞ് എല്ലാവരെയും കണ്ടെത്താനുള്ളവരെ എല്ലാം തന്നെ കണ്ടെത്താമെന്നുള്ള ഒരു പ്രതീക്ഷ കൂടിയാണ് മന്ത്രിമാർ പങ്കുവെച്ചത്. മറ്റൊന്ന്, ഈ മരിച്ച എല്ലാവരും, തൊഴിലാളികളെല്ലാം തന്നെ ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. അപ്പോൾ അവരെ നാട്ടിലെത്തിക്കേണ്ടതുണ്ട്. എത്രയും പെട്ടെന്ന് ഇവിടെ ഉണ്ടായിരിക്കുന്ന ഒരു ദുരന്തത്തിൽ മരിച്ചതുകൊണ്ട് ആ ഒരു അടിയന്തര പ്രാധാന്യത്തോടു കൂടെ തന്നെ ഈ മരിച്ചവരെ നാട്ടിലെത്തിക്കാനുള്ള സംവിധാനം ഒരുക്കും. എയർലിഫ്റ്റ് ചെയ്തുകൊണ്ട്, വിമാനമാർഗമോ മറ്റോ എയർലിഫ്റ്റ് ചെയ്തുകൊണ്ട് അവരുടെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടികളാണ് നടക്കുന്നത്. അതിൽ കമ്പനി അധികൃതരുമായി സർക്കാരും കൂടിയാലോചന നടത്തിയിട്ടുണ്ട്. അതിന്റെ മുഴുവൻ ചെലവും കമ്പനി അധികൃതർ വഹിക്കാമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ആ അടിസ്ഥാനത്തിലുള്ള നടപടികൾ കൂടെ നടക്കും. രാവിലെയോടുകൂടെ തന്നെ ഏകദേശം ഒരു 11 മണിയോടുകൂടെ തന്നെ മൃതദേഹം എംബാം ചെയ്ത് എയർലിഫ്റ്റ് ചെയ്ത നടപടികളിലേക്കും കൂടെ കടക്കും. പരിക്കേറ്റവരെ, കാണാതായവരെയുള്ള തെരച്ചിലാണ്. അവരുടെ ബന്ധുക്കൾ, ഒരാളുടെ ബന്ധു ഇവിടെ ഉണ്ട്. അവരെ ഏറ്റവും നന്നായി കെയർ ചെയ്യുക എന്നുള്ള സംവിധാനത്തിലേക്ക് കൂടെ സർക്കാർ അവരെ ഏറ്റെടുത്തിട്ടുണ്ട്. സർക്കാർ ആ രീതിയിൽ കൂടെ മുന്നോട്ട് പോകുന്നുണ്ട്. എന്തായാലും അടിയന്തര പ്രാധാന്യത്തോടു കൂടെ തന്നെ നാളെ വൈകിട്ടത്തോടെ കൂടെ തന്നെ രക്ഷാപ്രവർത്തനം മുഴുവൻ പൂർത്തിയാക്കുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് മന്ത്രിമാർ പങ്കുവയ്ക്കുന്നത്. ഉച്ചയ്ക്ക് 1 മണിയോടുകൂടെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഈ സംഭവ സ്ഥലത്ത് എത്തുകയും ചെയ്യുന്നുണ്ട്. ദിവ്യ, ശരി. എന്തായാലും കാണാതായവർക്കായുള്ള തെരച്ചിൽ നാളെയും തുടരും. കൂടുതൽ സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള തെരച്ചിലാണ് നാളെ നടക്കുക. ഒപ്പം മുഖ്യമന്ത്രി വി ഡി സതീശൻ നാളെ വയനാട്ടിൽ സന്ദർശനം നടത്തും.